ഹായ് ഫ്രണ്ട്സ്, മിനി വേൾഡ് ഓഫ് ആയിഷ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നും ഒരു റെസിപ്പി തന്നെ, ബുട്ട വെച്ചിട്ടുള്ളൊരു റെസിപ്പി. നമുക്കൊരു തന്തൂരി ബുട്ട എങ്ങനെ റെഡിയാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ബുട്ടേൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു കുക്കറിൽ കുറച്ച് വെള്ളവും ഉപ്പും ഇട്ടിട്ട് അത് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അത് അവിടുന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്കൊരു മസാലക്കൂട്ട് തയ്യാറാക്കാം. അപ്പോൾ അതിനും വേണ്ടി ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ഓൾറെഡി ബുട്ട വേവുന്നതിൻ്റെ കൂടെ കുറച്ച് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഉപ്പ് മസാലയിൽ, പിന്നെ ഒന്നര സ്പൂണോളം മുളക് പൊടി, അധികം എരിവില്ലാത്ത മുളക് പൊടി, അര സ്പൂൺ മഞ്ഞൾപ്പൊടി, അര സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 സ്പൂണ് ഗരം മസാല, പിന്നെ തന്തൂരി ചിക്കൻ മസാല എടുത്തിട്ടുണ്ട് ഇവിടെ. അത് ഓപ്ഷണലാണ്, ഉണ്ടായ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതും ഒരു 1.5 സ്പൂണ് മസാല എടുത്തിട്ടുണ്ട്. പിന്നെ 2 സ്പൂൺ തൈര് വേണം. പിന്നെ ഒരു 1/2 ചെറുനാരങ്ങ, ഇതെല്ലാം കൂടി ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ചെറുനാരങ്ങ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി, ഒരു ചെറിയ ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു അരമുറി ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കണം, കാരണം തിക്കായിട്ട് ഇത് ഉണ്ടാവരുത്, കുറച്ച് ലൂസായിട്ടുണ്ടാവണം ഈ മസാല. അപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവിടെ മാറ്റി വെക്കുക, നമ്മളെ ബുട്ട വേവുന്നത് വരെ. അപ്പോൾ കുറച്ചായിട്ടേ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ആക്കി കൊടുക്കാൻ പറ്റുള്ളൂ, കാരണം നല്ല ലൂസായി പോയാലും ബുട്ടൊക്കെ അങ്ങനെ പിടിച്ച് കിട്ടൂല. എന്നാൽ നല്ല വെള്ളം കുറഞ്ഞിട്ടായി പോയാലും അതൊരു വേവാത്ത പോലെ ഉണ്ടാവും, മസാല ഒന്ന് പച്ച പോലെ ഉണ്ടാവും. അപ്പോൾ അതവിടെ മിക്സാക്കി വെച്ച് 1 സ്പൂണ് നിറച്ചു കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. അതും നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. അത് മിക്സാക്കി വെച്ച് പിന്നൊന്നും ഇതില്ല, ബുട്ട വെന്ത് കഴിഞ്ഞാൽ കുറച്ച് അതൊന്ന് ചൂട് കുറഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ മേലോട്ട് ഈ മസാല തേച്ച് കൊടുക്കണം. വേവിച്ചിട്ടേ ആക്കാൻ പറ്റുള്ളൂ ബുട്ട, എന്നാലേ ഇത് ഒരുപാട് ഇതാക്കുന്നില്ലല്ലോ, ചുട്ടെടുക്കുന്നില്ലല്ലോ. ഒരു ചെറിയ മസാല ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ പരിപാടിയല്ലേ. അപ്പോൾ എല്ലാ ഭാഗത്തും നന്നായിട്ട് ഈ മസാല തേച്ച് കൊടുക്കണം, നമ്മൾ ഈ ആക്കി വെച്ച മസാല. കസൂരി മേത്തി ഉണ്ടെങ്കിൽ, എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, കസൂരി മേത്തി ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. കസൂരി മേത്തി ഒന്ന് ചൂടാക്കിയിട്ട് ഇങ്ങനെ ഒന്ന് പൊടിച്ചെടുക്കണം, ആ പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതെല്ലാ ഭാഗത്തും നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് ചുട്ടെടുക്കണം. ഓരോന്നായിട്ട് ഗ്യാസിൻ്റെ മേലെ വെച്ചിട്ട് ചുട്ടെടുക്കുക. എൻ്റെ കയ്യിൽ ആ വടി കാണുന്നുണ്ടായിരുന്നില്ല, അപ്പോൾ ഞാനൊരു കത്തി ഇത് വെച്ചിട്ട് ഗ്യാസ് മേലെ ഇങ്ങനെ പിടിച്ചിട്ട് ചുട്ടെടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ കൈ കൊള്ളുമല്ലോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ജാളി ഉണ്ടെങ്കിൽ വെച്ച് കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റും ചെയ്യാം. അപ്പോൾ അത് അവിടെ നിന്ന് ചുട്ടെടുത്ത് ഇനി നമുക്ക് വേണ്ടുന്നത് ബട്ടർ ഒന്ന് മെൽറ്റാക്കി എടുക്കണം. ഞാൻ ആ സ്പൂണിൽ 2 സ്പൂണ് നിറയെ ബട്ടർ എടുത്തിട്ടുണ്ട്. അതൊന്ന് മെൽറ്റാക്കി എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു കൽക്കരി ഒന്ന് നല്ലോണം കത്തിച്ചിട്ട് ഈ മെൽറ്റ് ചെയ്ത് ബട്ടറിലിട്ട് കൊടുക്കുക. ഒരു 2-3 സെക്കൻഡ് മാത്രം ഒന്ന് പൊത്തി വെക്കുക, അതിൻ്റെ ഒരു ഫ്ലേവർ വരുന്നത് വരെ. പിന്നെ ഒരു പാത്രത്തിലോട്ട് അരിച്ചെടുത്തിട്ട് ഈ ചുട്ട ബുട്ടേൻ്റെ മേലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് ബട്ടർ എടുത്തിട്ട് നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുത്ത് അതിൻ്റെ മേലെ കുറച്ച് മല്ലിയില അരിഞ്ഞതും ഇട്ട് കൊടുക്കുക. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള യമ്മി തന്തൂരി ബുട്ട റെഡി. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക,